ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC അടുത്ത് നടത്താനിരിക്കുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിയുടെ 30 മാർക്കിന്റെ ചോദ്യങ്ങൾ 10 ചാപ്റ്ററുകളിലായിട്ടാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളെയും പല പല മൊഡ്യൂളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനൊരു 6 വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായും എൻ്റെ ഈ ക്ലാസ് ആ പരീക്ഷയ്ക്ക് മൊത്തം മാർക്ക് വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ആ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള മോഡ്യൂളിൽ തന്നെയുള്ള ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 3 മാർക്കാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. പക്ഷേ ഇത് പൊതുവെ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ അതിനെ വളരെ ഷോർട്ടാക്കി നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഇത് ചില ചോദ്യോത്തര രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ ചില ബിസിനസ് ഓർഗനൈസേഷൻസ് നിലനിൽക്കുന്നുണ്ട്. ആ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക്കിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് നന്മ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബിസിനസ് ഓർഗനൈസേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോം ചെയ്തതിന് വിളിക്കുന്ന പേര് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് അഥവാ ജനറൽ യൂട്ടിലിറ്റി കൺസേൺസ് എന്നാണ്. അങ്ങനെയുള്ള ഓർഗനൈസേഷന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി, ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, റെയിൽവേ കമ്പനി, ദെൻ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതൊക്കെ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിന് ഉദാഹരണങ്ങളാണ്. ഈ കമ്പനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ രജിസ്ട്രേഡ് കമ്പനീസ്. ഇത് ഓൺ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് രജിസ്ട്രേഡ് കമ്പനീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഈ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അപ്പൊ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ആയിട്ടുള്ള റെയിൽവേ കമ്പനി, വാട്ടർ സപ്ലൈ കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി മുതലായ കമ്പനികളിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ അക്കൗണ്ട് സിസ്റ്റമാണ്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ്, അതാണല്ലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ജനറൽ യൂട്ടിലിറ്റി അഥവാ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിൽ അതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ വിളിക്കുന്ന പേര് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. സോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് പ്രസന്റിംഗ് the financial statement of public utility concerns such as railway companies, water supply companies, then electricity companies. So these are owned and operated by the registered companies. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തേക്കുന്ന, ഓൺ ചെയ്തേക്കുന്ന രജിസ്റ്റേർഡ് കമ്പനീസ് ആണ്. So the system of double account is called because the balance sheet is split into 2 parts. എന്തുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 അക്കൗണ്ടാണ്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. ഇതിന്റെ ബാലൻസ് ഷീറ്റിനെ സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. 2 ഭാഗമായിട്ടാണ് ബാലൻസ് ഷീറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ദ ഫസ്റ്റ് പാർട്ട് ബീയിങ് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, അഥവാ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും. ദ സെക്കൻഡ് പാർട്ട് ബീയിങ് ദ ജനറൽ ബാലൻസ് ഷീറ്റ്. ഇവിടെ 2 ആയിട്ടാണ് ബാലൻസ് ഷീറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേര് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട്. സെക്കൻഡ് പാർട്ടിനെ വിളിക്കുന്ന പേര് ജനറൽ ബാലൻസ് ഷീറ്റ് എന്നാണ്. ഇതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം മനസ്സിലായാലോ. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ആയിട്ടുള്ള റെയിൽവേ കമ്പനി, വാട്ടർ സപ്ലൈ കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി മുതലായ കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റേഷൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. ഈ കമ്പനീസ് എല്ലാം ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് കമ്പനീസ് ആണ്. ഇതിനെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് വിളിക്കാൻ കാര്യം അതിന്റെ ബാലൻസ് ഷീറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഭാഗങ്ങളാക്കുന്നതാണ്. ഫസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേര് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും, രണ്ടാമത്തേതിനെ വിളിക്കുന്ന പേര് ജനറൽ ബാലൻസ് ഷീറ്റ് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പബ്ലിക് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ഫീച്ചർ പറഞ്ഞു. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഭാഗങ്ങളാക്കി. അത് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാമത്തെ ജനറൽ ബാലൻസ് ഷീറ്റാണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ റവന്യൂ അക്കൗണ്ടാണ്, നെറ്റ് റവന്യൂ അക്കൗണ്ടാണ്. സാധാരണ ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പകരം ഒരു പബ്ലിക് യൂട്ടിലിറ്റി കൺസേണിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം റവന്യൂ അക്കൗണ്ടും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പകരം നെറ്റ് റവന്യൂ അക്കൗണ്ടുമാണ് ഓപ്പൺ ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ഇതിന്റെ സെയിലിയന്റ് ഫീച്ചർ എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അസറ്റ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ്. So the capital account shows the total expenditure to the date on asset which may or may not be in existence on the closing date. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അസറ്റിന്മേലുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാണിക്കും, പക്ഷേ ആ അസറ്റ് ക്ലോസിംഗ് ഡേറ്റിൽ നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അസറ്റിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിർബന്ധമായും അതുവരെയുള്ള എക്സ്പെൻഡിച്ചർ, ആ അസറ്റിന്മേലുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും കാണിക്കുകയും, എന്നാൽ ക്ലോസിംഗ് ഡേറ്റിൽ ആ അസറ്റ് എക്സിസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് നിർബന്ധമില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്ലോഷർ അസറ്റ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ആണ്. എന്താ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്? ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് നോട്ട് ടു ഫിക്സഡ് അസറ്റ് കൺസേൺഡ്. സാധാരണ കേസിൽ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഡിപ്രീസിയേഷൻ അസറ്റിൽ നിന്ന് കുറച്ചല്ലേ എഴുതുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് അത് ഡിപ്രീസിയേഷൻ ഫണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഫിക്സഡ് അസറ്റിൽ നിന്ന് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഫിക്സഡ് അസറ്റ് കാണിക്കുന്നത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ബാലൻസ് ഷീറ്റ് സ്പ്ലിറ്റ് ചെയ്തതിന്റെ ആദ്യത്തെ അക്കൗണ്ട് ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്, അല്ലാതെ ബാലൻസ് ഷീറ്റിലല്ല ഇത് കാണിക്കുന്നത്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ആസ് ആൻ അപ്രോപ്രിയേഷൻ. ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷനായിട്ട് എങ്ങനെ എടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ് ഈസ് ഷോൺ ആസ് അപ്രോപ്രിയേഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് ചാർജ് അഗൻസ്റ്റ് ദ പ്രോഫിറ്റ്. ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആയിട്ടാണ് എടുക്കുന്ന, പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുകയാണ്, അല്ലാതെ ഇത് പ്രോഫിറ്റിനെതിരായിട്ട് ചാർജ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിട്ടല്ല ഇതിനെ കാണിക്കുന്നത്. അപ്പൊ അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ ഓരോരോ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഞാൻ എങ്ങനെ വരുമെന്നുള്ളത് പിന്നെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി നമുക്കറിയേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് എന്താണ്? റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഇവിടെ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ദ കോസ്റ്റ് ഓഫ് റിന്യൂവൽ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ് അറ്റ് ഓൾഡ് കപ്പാസിറ്റി ചാർജ് ഇൻ റവന്യൂ അക്കൗണ്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ ദ അസറ്റ് അക്കൗണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് റിന്യൂവൽസ് ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിന്റെ റീപ്ലേസ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ആ ആറ്റ് ഓൾഡ് കപ്പാസിറ്റി, അത് ഓൾഡ് കപ്പാസിറ്റിയിലാക്കുന്ന ചെലവുകൾ ഈ ചാർജ് ടു ദി റവന്യൂ അക്കൗണ്ട്. ഇത് സാധാരണ റവന്യൂ അക്കൗണ്ടിലാണ് ഇത് കാണിക്കുന്നത്. സാധാരണ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണല്ലോ. അപ്പൊ അവിടെ കാണിക്കാതെ നമ്മളിത് എവിടെ കാണിക്കുന്നത്? അത് റവന്യൂ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇനിയോ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അത് കാണിക്കുന്നത്. അത് ഫിക്സഡ് അസറ്റിന്റെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ പോലും അത് കാണിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്ന് നോക്കിക്കൊണ്ട് ആ ചോദ്യത്തിന് അടിസ്ഥാനമാക്കി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് അനലൈസ് ചെയ്യാം. അപ്പൊ അതില് ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ദ സിസ്റ്റം ഓഫ് പ്രസന്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ സിസ്റ്റം ഓഫ് പ്രസന്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ്. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് എന്ന് പറയുന്ന ആ സിസ്റ്റം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ സിസ്റ്റത്തിന്റെ പേരെന്തെന്നാ ചോദിക്കുന്ന. അതാണല്ലോ നമ്മൾ ഇതുവരെ പഠിച്ചത്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണ്. അതിനെ വിളിക്കുന്ന പേര് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ ബാലൻസ് ഷീറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. ബാലൻസ് ഷീറ്റിന് 2 ഭാഗങ്ങളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്ന ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഓൾവേസ് ക്രെഡിറ്റഡ് ഇൻ ഡിപ്രീസിയേഷൻ റിസർവ്. ഇവിടെ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റിന്മേൽ ഡിപ്രീസിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ റിസർവിലേക്കാണ്. സാധാരണ കേസിൽ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് എടുക്കുക. പക്ഷെ ഇവിടെ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ക്രെഡിറ്റഡ് ടു ഡിപ്രീസിയേഷൻ റിസർവ് അതേത് അക്കൗണ്ടിന്റെ പ്രത്യേകതയാ? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാ. ഇതാണ് നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞത്. അവിടെ ഞാനത് ഓടിച്ച് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഓൾവേസ് ക്രെഡിറ്റഡ് ഇൻ ഡിപ്രീസിയേഷൻ റിസർവ് അക്കൗണ്ട്. അതിന്റെ കാര്യം അതേത് അക്കൗണ്ട് സിസ്റ്റത്തിലാണ് അത് ഉപയോഗിക്കുന്നത്? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് എ ഫിക്സഡ് അസറ്റ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് അസറ്റായി ട്രീറ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ അതും ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണ്. ഡബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലാണ് പ്രിലിമിനറി എക്സ്പെൻസിനെ നമ്മൾ ഫിക്സഡ് അസറ്റായി ട്രീറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം:
ആൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷോൺ ഇൻ വൺ അക്കൗണ്ട്. എല്ലാ അസറ്റുകളും ലയബിലിറ്റീസും നമ്മൾ ഒരു അക്കൗണ്ടിലാണ് കാണിക്കുന്നതെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെന്റിലാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. എല്ലാ അസറ്റുകളും ലയബിലിറ്റീസും നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് കാണിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം എന്നാണ്. അപ്പൊ ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് ടേക്കൺ ആസ് ആൻ അപ്രോപ്രിയേഷൻ ഓൺ പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് ടേക്കൺ ആസ് ആൻ അപ്രോപ്രിയേഷൻ ഓൺ പ്രോഫിറ്റ്. അങ്ങനെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ അത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണ്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം not less than 1/4% and not more than 1/2% of original cost of fixed asset is transferred to. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇതിനകത്ത് പ്രത്യേക രീതിയിലുള്ള നീക്കിയിരിപ്പുകളാണ് ചെയ്യുന്നത്. നോട്ട് ലെസ് ദാൻ 1/4% ആൻഡ് നോട്ട് മോർ ദാൻ 1/2% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു കണ്ടിജൻസി റിസർവ്. അത് കണ്ടിജൻസി റിസർവിലേക്കാണ് മാറ്റുന്നത്. ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഡിസ്പോസബിൾ സർപ്ലസ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനി. ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ഡിസ്പോസബിൾ സർപ്ലസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. എന്താണെന്ന് ചോദിച്ചാൽ താരിഫ് ആൻഡ് ഡിവിഡന്റ് കൺട്രോൾ റിസർവ് ആണ്. താരിഫ് ആൻഡ് ഡിവിഡന്റ് കൺട്രോൾ റിസർവ് ദാറ്റ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഡിസ്പോസബിൾ സർപ്ലസ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനി. ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ഡിസ്പോസബിൾ സർപ്ലസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് താരിഫ് ആൻഡ് ഡിവിഡന്റ് കൺട്രോൾ റിസർവ് ആണ്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. 9 ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിംഗ് സ്പെസിഫിക് അപ്രോപ്രിയേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിംഗ് സ്പെസിഫിക് അപ്രോപ്രിയേഷൻ. ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും ഡിഫറൻസ് അത് സ്പെസിഫിക് അപ്രോപ്രിയേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്ലിയർ പ്രോഫിറ്റ് എന്നാണ്. അപ്പൊ ക്ലിയർ പ്രോഫിറ്റിന്റെ ഡെഫിനിഷനാണ് നമുക്ക് ആ സിലബസിൽ അതുണ്ട്. ക്ലിയർ പ്രോഫിറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിംഗ് സ്പെസിഫിക് അപ്രോപ്രിയേഷൻ. പത്താമത്തെ ചോദ്യം ഓൺ റീപ്ലേസ്മെന്റ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് അസറ്റ് അറ്റ് ഓൾഡ് കപ്പാസിറ്റി. നല്ല ചോദ്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ റീപ്ലേസ്മെന്റ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് അസറ്റ് അറ്റ് ഓൾഡ് കപ്പാസിറ്റി. ഇവിടെ അസറ്റുകൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റീപ്ലേസ്മെന്റിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്ന ഓൾഡ് കപ്പാസിറ്റിയിലേക്ക് ഓൾഡ് അസറ്റിനെ ആക്കുകയാണെങ്കിൽ അത് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എടുക്കുന്നത്. സാധാരണ അസറ്റിന്മേൽ വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ ഈ കേസിൽ മാത്രം നമ്മൾ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കുന്നു. അത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി 11ാമത്തെ ചോദ്യം എമൗണ്ട് സ്പെൻഡ് ഫോർ അഡീഷണൽ കപ്പാസിറ്റി ഓൺ റീപ്ലേസ്മെന്റ്. എമൗണ്ട് സ്പെൻഡ് ഓൺ അഡീഷണൽ കപ്പാസിറ്റി ഓൺ റീപ്ലേസ്മെന്റ്. ഇവിടെ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന് അഡീഷണൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾഡ് അസറ്റിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഓൾഡ് കപ്പാസിറ്റിയിലേക്ക് വരുന്ന ചെലവുകളെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ. അതേസമയം അസറ്റുകളുടെ റീപ്ലേസ്മെന്റിൽ അഡീഷണൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെലവാക്കുന്നതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. 12ാമത്തെ ചോദ്യം എക്സസ് ഓഫ് സർപ്ലസ് ഓവർ 20% ഓഫ് റീസണബിൾ റിട്ടേൺ ഈസ് ക്രെഡിറ്റഡ് ടു. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. എക്സസ് ഓഫ് സർപ്ലസ് ഓവർ 20% ഓഫ് റീസണബിൾ റിട്ടേൺ ഈസ് ക്രെഡിറ്റഡ് ടു. അത് കസ്റ്റമേഴ്സ് റിബേറ്റ് റിസർവിലേക്കാണ് പോകുന്നത്. കസ്റ്റമേഴ്സിന്റെ റിബേറ്റ് റിസർവിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. സർപ്ലസ് ഓവർ 20% റീസണബിൾ റിട്ടേൺ. റീസണബിൾ റിട്ടേണിന്റെ 20% കൂടുതൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കസ്റ്റമേഴ്സ് റിബേറ്റ് റിസർവാണ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 12 ചോദ്യങ്ങളായി. ഇനി 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ദ സിസ്റ്റം ഓഫ് പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ്. പബ്ലിക് യൂട്ടിലിറ്റി കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അതേതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻ ആൾസോ ബി കോൾഡ് ആസ്. റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻ ആൾസോ ബി കോൾഡ് ആസ്. അത് നമ്മൾ പറഞ്ഞല്ലോ. ജനറൽ ബാലൻസ് ഷീറ്റ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിലൊരെണ്ണം റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അതിന്റെ മറ്റൊരു പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സോ അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ദ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ഇൻ. കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റീസും എവിടെയാണ് കാണിക്കുന്നതെന്ന ചോദ്യം ജനറൽ ബാലൻസ് ഷീറ്റിലാണ്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഷോ ചെയ്യുന്നത് കാണിക്കുന്നത് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജനറൽ ബാലൻസ് ഷീറ്റിലാണ്. അതും മറന്നു പോകരുത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ എമൗണ്ട് കെപ്റ്റ് ഫോർ മീറ്റിംഗ് എനി കണ്ടിജൻസി ഇൻ ഇലക്ട്രിസിറ്റി കമ്പനി.
ഇലക്ട്രിസിറ്റി കമ്പനിയോട് ഏതെങ്കിലും കണ്ടിജൻസിക്ക് വേണ്ടി നമ്മൾ എമൗണ്ട് മാറ്റിവെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണെന്ന് മാറ്റിവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിജൻസി റിസർവിലേക്ക് തന്നെ മാറ്റിവെക്കുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്, കണ്ടിജൻസി റിസർവാണ്. അപ്പോൾ അതും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, എനി എമൗണ്ട് സ്പെൻഡ് ഓൺ റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ് ഫോർ ഇൻക്രീസ് ഇൻ ദ കപ്പാസിറ്റി ഡെബിറ്റഡ് ഇൻ അസറ്റ് അക്കൗണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേസാണ്. 3 കേസുകൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഈ ചോദ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനി എമൗണ്ട് സ്പെൻഡ് ഓൺ റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ് ഫോർ ഇൻക്രീസ് ഇൻ ദ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വന്നാൽ അത് ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? അസറ്റ് അക്കൗണ്ടിലാണ്. പഴയ കപ്പാസിറ്റിയിലേക്ക് പഴയ അസറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ അത് റവന്യൂ അക്കൗണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താ ചെയ്ത, ആ പഴയ അസറ്റിന് അഡീഷണൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്താൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, എനി എമൗണ്ട് സ്പെൻഡ് ഓൺ റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അസറ്റിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവന്റെ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്താൽ ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് അതിന്റെ അസറ്റ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഒരു ഡബിൾ അക്കൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട ആ ചോദ്യ ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒരു 10-20 ചോദ്യമായിട്ട് ഞാൻ അതിനെ ചുരുക്കി നിങ്ങൾക്ക് ആ ചോദ്യ രൂപത്തിലേക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. ഡബിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പ് വരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക.